ഹായ് ഓൾ, എംഫേബർ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ഞാൻ സിപി നൂർദീൻ. ഡിവിഷണൽ അക്കൗണ്ടന്റ് ഒരു പവർഫുൾ പോസ്റ്റ് ആണെന്നുള്ള കാര്യം ആർക്കും സംശയമില്ല. എന്നാൽ ഈ ഒരു തസ്തികയിലേക്ക് എത്തിപ്പറ്റുക എന്ന് പറയുന്നത് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന പഠിത്തത്തിൽ സീരിയസ്നെസ് ഉള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, അത്രമാത്രം ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിലബസും വ്യക്തമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു ഓൾ നോ ദാറ്റ് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പുതുതായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 724/2024 എന്ന കാറ്റഗറി നമ്പർ പരിശോധിച്ച് അതിലേക്കാണ് PSC പ്രൊഫൈൽ വഴി ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29th January ആണ്. അവസാന തീയതി വരെ കാത്തിരിക്കരുത്. എല്ലാവരും നേരത്തെ അപ്ലൈ ചെയ്തോളുക. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ്, നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്ന് 3 വർഷത്തിനുള്ളിൽ തന്നെ ഓൾ ഓവർ 40 വേക്കൻസീസ് നിങ്ങൾക്കായിട്ട് കിട്ടും. ഓക്കെ, 40 to 45 ആണ് പ്രതീക്ഷിക്കുന്നത്. 40 ആണ് നമുക്ക് കിട്ടിയ ഒരു വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ തസ്തിക വിപുലീകരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു 5 കൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനാണ് 45 കാണിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 36 ആണ് ജനറൽ കാറ്റഗറി. OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 39, SC ST ആണെങ്കിൽ 41. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടൻസി ആയിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് പഠിച്ച് പരിചയമുള്ള, അക്കൗണ്ടൻസി മാത്രമല്ല കേട്ടോ, മാത്സിലും നല്ല കഴിവുള്ള കുട്ടികൾക്കാണ് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. സോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബട്ട് എനി ഡിഗ്രി ആ കൊടുത്തിരിക്കുന്ന, ശരിക്കും 2nd ക്ലാസ്സോടെയെങ്കിലും പാസ്സാകണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എക്സാമിൻ്റെ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ 3 ഘട്ടങ്ങളാണുള്ളത്. സാധാരണ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്കായുള്ള പ്രിലിംസ് നടത്തുക. കാരണം ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിംസ് എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, സോ പ്രിലിംസ് എന്ന് പറയുന്നത് 100 മാർക്കും ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഓക്കെ, ഒരു ചോദ്യം 4 ഓപ്ഷൻസ്. എക്സാം നടന്നേക്കാവുന്ന മാസം എന്ന് പറയുന്നത് മെയ് അല്ലെങ്കിൽ ജൂൺ മാസമാണ്. നിങ്ങൾ ജൂൺ മാസം പ്രതീക്ഷിക്കുക. ഓക്കെ, മെയ് മാസം മറ്റെല്ലാ ഡിഗ്രി തല പ്രിലിമിനറി പരീക്ഷകളും ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തീയതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെയ് അവസാനമോ ജൂൺ ആദ്യമോ ഈ ഒരു പരീക്ഷ പ്രിലിംസ് ഉണ്ടായെന്നിരിക്കും. മെയിൻസ് എന്ന് പറയുന്നത് 3 പേപ്പേഴ്സ് ഉണ്ട്, അതും ഡിസ്ക്രിപ്റ്റീവ് ആണ്. ശ്രദ്ധിക്കണം, ഡിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ പ്യുവർ അക്കൗണ്ടിങ്ങും മാത്സിൻ്റെ ഹയർ ലെവൽ മാത്സ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ പഠിക്കുന്ന പോലത്തെ മാത്സിനേക്കാളും ഉപരി ഹയർ ലെവൽ മാത്സ് ആണ്. ഓക്കെ, ട്രിഗണോമെട്രി, സോളിഡ്സ്, സർക്കിൾസ്, മെൻസുറേഷൻ്റെ ടോപ്പ് ലെവലാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക്. ഓക്കെ, സോ അതൊക്കെ വരുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടായേക്കും. നമുക്ക് ഒക്ടോബർ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അന്തിമ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻസും ഇൻ്റർവ്യൂവിലെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതായത് പ്രിലിംസിന് 100 മാർക്കാണല്ലോ, ഒരു നിശ്ചിത മാർക്ക് കട്ട് ഓഫ് ആയിട്ട് PSC നിശ്ചയിക്കുകയും ആ കട്ട് ഓഫ് കടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് മെയിൻസിലേക്ക് പോകാൻ സാധിക്കുക. തുടർന്ന് മെയിൻസിലെയും ഇൻ്റർവ്യൂവിലെയും മാർക്ക് അടിസ്ഥാനപ്പെടുത്തി അന്തിമ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അതിലുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതിലുണ്ടായിരുന്ന കംപ്ലീറ്റ് ഉദ്യോഗാർത്ഥികളെയും PSC എടുത്തിട്ട് തികയാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 40 വേക്കൻസിയോളം തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ആദ്യഘട്ടം പ്രിലിംസ് പാസ്സാകുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്, മെയിൻസിനെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കുക, മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക എന്ന് പറയും. അത് ശരിയായ രീതിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാനതിനെ
അനുകൂലിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസ് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ട് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ പഠിച്ചത് വെറുതെ ആവില്ലേ. പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തി നിശ്ചിത സമയത്തിനുള്ളിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് മെയിൻസ് എഴുതാനുള്ള യോഗ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതേസമയം മെയിൻസ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണ്. അക്കൗണ്ടൻസി ആണെങ്കിലും അല്ലെങ്കിൽ മാത്സ് ആണെങ്കിലും സ്റ്റെപ്പ് എഴുതി ഉത്തരം കണ്ടെത്തണം. സോ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോൾ ആദ്യമേ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് എഴുതി നിങ്ങൾ പഠിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ സ്റ്റെപ്പൊക്കെ എഴുതി ഉത്തരം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അതിന് ഷോർട്ട് കട്ട്സും നമുക്ക് അത്യാവശ്യമാണ്. അത്തരം ഷോർട്ട് കട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ തത്വത്തിൽ പ്രിലിംസ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് സെയിം ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെന്റ് ആണ്. പ്രിലിംസ് ഒബ്ജക്റ്റീവ് ആണ്, മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതാണ് വ്യത്യാസം. സിലബസ് സെയിം ആണ്. അപ്പോൾ പ്രിലിംസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ബേസിക് ടു അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും സാധിക്കും. അത് മെയിൻസിന് ഉപകരിക്കും. മെയിൻസിലേക്ക് വരുമ്പോൾ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചെടുത്ത് നിങ്ങൾ സ്റ്റെപ്പ് എഴുതി ഉത്തരം കണ്ടെത്തേണ്ട രീതി നമ്മൾ പഠിപ്പിച്ചു തരും. അപ്പോൾ പ്രിലിംസ് പഠിക്കുമ്പോൾ മെയിൻസിന് ഉപകരിക്കും. അല്ലാതെ മെയിൻസ് പഠിച്ചിട്ട് അത് പ്രിലിംസിന് ഉപകരിക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ പോസിബിൾ. കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നോക്കിയേ, നിങ്ങൾ നോക്കിയേ നമ്മുടെ പ്രിലിംസിന്റെ സിലബസ് നോക്കിയേ. 30 മാർക്കാണ് ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. 30 മാർക്കാണ് എലമെന്ററി ബുക്ക് കീപ്പിംഗ്, ദാറ്റ് മീൻസ് പ്യുവർ അക്കൗണ്ടിങ്. 40 മാർക്കാണ് അരിത്തമാറ്റിക് മെൻസുറേഷൻ. അരിത്തമാറ്റിക് മെൻസുറേഷൻ എന്ന് പറഞ്ഞാൽ മാത്സിന്റെ ഹയർ ലെവലാണ്. ആക്ച്വലി +1 +2 മാത്സ് ഒക്കെ തന്നെയാണ്, വേറെ ലെവലാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മുടെ എല്ലാവർക്കും ടെലിഗ്രാം ഉണ്ടല്ലോ അല്ലെ. എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യാം. എം ഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. 1 ലക്ഷത്തിലധികം പേരുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അവിടെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ഞാൻ കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സിലബസ് രണ്ടും സെയിം ആണ്. എന്നാൽ പ്രിലിംസ് ഒബ്ജക്റ്റീവും മെയിൻസ് ഡിസ്ക്രിപ്റ്റീവുമാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. എലമെന്ററി ബുക്ക് കീപ്പിംഗ്, അതുപോലെ തന്നെ അരിത്തമാറ്റിക് മെൻസുറേഷൻ, ഈ ഏരിയയിൽ നിന്നും മാക്സിമം നമുക്ക് ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ്സ് യൂസ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാം, ഹെവി ആയിട്ട് സ്കോർ ചെയ്യാം. എന്നിട്ട് മെയിൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ GK ഇംഗ്ലീഷ് നമുക്ക് ആസ് യൂഷ്വൽ നമുക്കത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുള്ള ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് കോഴ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻസിലേക്ക് വരുമ്പോൾ കണ്ടോ, സെയിം GKയും ഇംഗ്ലീഷും ഇവിടെ വരുമ്പോഴേക്കും 150 മാർക്കാണ്. ഓക്കെ, എലമെന്ററി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് 150 മാർക്കാണ്. അരിത്തമാറ്റിക് മെൻസുറേഷൻ 200 മാർക്ക്. അപ്പോൾ പഠിച്ചതൊക്കെ സെയിം ആണ്. ചെറിയ വ്യത്യാസം മെയിൻസിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട്സ് വെച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ അക്കൗണ്ടിങ് ആണെങ്കിൽ ജേർണൽ എൻട്രി ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അരിത്തമാറ്റിക് മെൻസുറേഷൻ ആണെങ്കിൽ ഈ ട്രിഗ്നോമെട്രി, സോളിഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. സർക്കിൾസ്, മെൻസുറേഷന്റെ ഹയർ ലെവലാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കയറി വരുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റെപ്പ് എഴുതി ഉത്തരം കണ്ടെത്തേണ്ട തലത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. പ്രിലിംസ് എക്സാം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ ആയതിന്റെ റിസൾട്ട് വരികയും മൂന്നാം മാസം എന്ത് ചെയ്യും, മെയിൻസ് എക്സാമും ആയിരിക്കും. സോ എക്സാം റിസൾട്ട്, പ്രിലിംസ് എക്സാം റിസൾട്ട് വന്നിട്ട് മെയിൻസ് പഠിക്കാന്ന് വിചാരിക്കുന്നവർ പൊട്ടക്കിണറ്റിലെ തവളകളായിരിക്കും. പ്രിലിംസ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും മെയിൻസിന് യോഗ്യത നേടുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പഠിച്ചത് കൃത്യമായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ. റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ പ്രിലിംസ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച തന്നെ നിങ്ങൾ മെയിൻസിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊള്ളുക. പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതി ഉത്തരം കണ്ടെത്തേണ്ട ഡിസ്ക്രിപ്റ്റീവ് മോഡലിലേക്ക് മാറുന്നു എന്ന് മാത്രം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് എം ഫേവർ ലേണിംഗ് ആപ്പ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 100% റാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ. നമ്മൾ ഉദ്ദേശിക്കുന്നത്
പ്രിലിംസിന്റെ എക്സാം ഡേറ്റ് മെയ് ജൂൺ ആണ്. മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യ ആഴ്ചയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd February 2025. ഓക്കെ, 29th എല്ലാവരും ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് ഇരിക്കും. എവിടെ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന അത്യാവശ്യം ഡെമോ ക്ലാസ്സുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ നൽകുന്നുണ്ട്. യൂട്യൂബിൽ ഓൾറെഡി ഡെമോ ക്ലാസ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. 3rd February നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നു. കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം, റാൻഡമായിട്ടല്ല കേട്ടോ, കൃത്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം ക്ലാസ്സുകൾ ലൈവായിട്ടും റെക്കോർഡിംഗ് ആയിട്ടും കിട്ടും. അപ്പോൾ ഏറ്റവും പുതിയ ക്ലാസ്സുകളാണ്. പഴയ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മിക്കയിടങ്ങളിലും നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ആ കിട്ടുക, പ്രീ റെക്കോർഡഡ് സെഷൻസ്. അത് ഏറ്റവും കാലഹരണപ്പെട്ട പഴയ രീതികൾക്ക് അനുസരിച്ച് തയ്യാറാക്കിയ റെക്കോർഡഡ് സെഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഉപയോഗപ്പെടില്ല. കാരണം ഇത്തവണ കേരള PSCയുടെ ചോദ്യ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. കുറഞ്ഞത് 10% ചോദ്യമെങ്കിലും സ്റ്റേറ്റ്മെന്റ് രൂപേണയാണ് പ്രിലിംസ് പരീക്ഷയ്ക്ക് വരിക. മുന്നേ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ എല്ലാ പരീക്ഷകൾക്കും കുറഞ്ഞത് 10 ചോദ്യങ്ങൾ സ്ട്രിക്ട്ലി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ കാലഹരണപ്പെട്ട പഴയ ക്ലാസ്സുകൾ, പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഒരിക്കലും നിങ്ങൾക്ക് സഹായകരമാവില്ല. പുതിയ സിലബസിനനുസരിച്ച്, പുത്തൻ ചോദ്യ രീതികൾക്കനുസരിച്ച് ഫ്രഷ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലൈവായിട്ടും കാണാം. ലൈവായിട്ട് കാണാൻ അസൗകര്യമുള്ളവർക്ക് എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് യു ക്യാൻ വാച്ച് ഇറ്റ് എനി ടൈം. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. ഒന്നും എഴുതിയെടുക്കേണ്ട. റെഗുലർ ആയിട്ടുള്ള എക്സാംസ് അവൈലബിൾ ആണ്. വീക്ക്ലി പഠിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത സൺഡേസിൽ റെഗുലർ എക്സാം ഉണ്ട്. മൊഡ്യൂൾ വൈസ് എക്സാംസ്, സബ്ജക്ട് വൈസ് എക്സാംസ്, അതുപോലെ തന്നെ 100 മാർക്കിന്റെ PSC മോഡൽ എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ആപ്പിനുള്ളിൽ എനി ടൈം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ 3rd February നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു 100 to 110 days അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. ഓക്കെ, ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ബേസിക് ടു അഡ്വാൻസ് ലെവൽ ഡിവിഷണൽ അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സിലബസും പഠിച്ചെടുക്കുകയും പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ട് കട്ട് ഓഫ് കടന്ന് ഹെവി ആയിട്ട് കയറി വരാൻ വേണ്ടി തക്കതായ രീതിയിലുള്ള എല്ലാവിധ ഒരു ഹൈ എൻഡ് കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹൈ എൻഡ് കോച്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അത്രയും സ്ട്രിക്ട്ലി ഒബേ ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ പ്രകാരം നന്നായിട്ട് മോൾഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ഒരു 1 സ്റ്റെപ്പ് ക്ലിക്കിലൂടെ മെന്ററുമായിട്ട് ചോദിച്ചറിഞ്ഞ് എത്രമാത്രം ഉയരാൻ പറ്റുമോ, നമ്മുടെ എത്രമാത്രം സഹായം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അങ്ങേയറ്റം നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം 100 to 110 days കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരീക്ഷയ്ക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒട്ടും സ്ട്രെസ് ഇല്ല. നമ്മൾ നൽകുന്ന ചോദ്യങ്ങൾ, നമ്മൾ നൽകുന്ന കണ്ടന്റുകൾ മാത്രം പഠിക്കുക, ഒട്ടും സ്ട്രെസ് വേണ്ട. ഓക്കെ, നിങ്ങൾ വേറെ കുറെ പുസ്തകങ്ങളും അല്ലെങ്കിൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് സ്ട്രെസ് കൂട്ടുന്നത്. നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് പോവുക. നമ്മൾ അതിൻ്റെ ഗ്യാരണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്യാരണ്ടി നമ്മൾ നൽകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് മെന്റർഷിപ്പും ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. ക്ലാസ്സുകൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണാനും സാധിക്കും. ഓക്കെ, സോ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ 1 to 2 hours മാത്രം ഡെയിലി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ 2 hours ഇൻവെസ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ കറക്റ്റ് തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, ടൈമിംഗ് ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടമ്മമാരുണ്ട്, മറ്റ് പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരുണ്ട്, ഓൾറെഡി സർക്കാർ സർവീസിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ലിമിറ്റഡ് ടൈം, എന്നാൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്ത് എക്സാം പാസ്സായി വരികയും വേണം, അല്ലേ? സോ ഇതിനായിട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്കായിട്ട് ഹൈ എൻഡ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ കേരള. സോ 100 മുതൽ 110 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കേട്ടോ, കംപ്ലീറ്റ് സിലബസ് ആണ്. ഒരൊറ്റ സബ് ടോപ്പിക് പോലും നിങ്ങൾക്ക് മിസ്സാവത്തില്ല. അറ്റ് ദ സെയിം ടൈം വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രിലിംസ് പാസ്സാവുന്ന തരത്തിൽ ഒരു വേർസ്റ്റ് സിറ്റുവേഷനിൽ പോലും ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് കയറി വരാൻ പറ്റും. പ്രൊവൈഡഡ് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന ആ ഒരു മെന്റർഷിപ്പ് ഗൈഡൻസും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, സോ സാലറി സ്കെയിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ. 50,200 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് 50,200 ഒന്നും അല്ല കയ്യിൽ കിട്ടുക. ഇതിന്റെ DAയും ഇതിന്റെ ബാക്കിയുള്ള അലവൻസുകളൊക്കെ ഭയങ്കര വലുതാ. നിങ്ങൾക്ക് കയ്യിൽ നല്ലൊരു എമൗണ്ട് കിട്ടും. ഇത് DA ഒന്നും കൂട്ടാതെ 50,200 ബേസിക് പേ പറഞ്ഞിരിക്കുന്നത്, ബേസിക് സാലറി.
ഓക്കെ, സോ കോഴ്സ് ഫീച്ചേഴ്സ് താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷണൽ അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് കോഴ്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യുന്നത്. സോ പ്രിലിംസ് കോഴ്സിന്റെ ഫീ വന്നിട്ട് 14,000, 50% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 7,000 റുപ്പീസിന് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് 7,000 പേ ചെയ്തിട്ട് മെയിൻസിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയിൻസിന്റെ കോഴ്സ് ഫീ 10,000 ആണ്, സെപ്പറേറ്റ് ആണ്. മെയിൻസിലേക്ക് ജോയിൻ ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക്, പ്രിലിംസ് എടുത്ത് ജോയിൻ ചെയ്യുന്ന നമ്മുടെ കുട്ടികൾക്ക് വെറും 1,000 റുപ്പീസ് മാത്രം പേ ചെയ്താൽ മതി. ഓക്കെ, സോ ശ്രദ്ധിക്കണം, പ്രിലിംസിന്റെ കോഴ്സ് ഫീ വന്നിട്ട് 14,000 ആണ്, അത് 50% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 7,000 ആണ് വരിക. തുടർന്ന് പ്രിലിംസ് എക്സാം കഴിഞ്ഞ് മെയിൻസിന്റെ ബാച്ച് തുടങ്ങുമ്പോൾ ഉടൻ തന്നെ മെയിൻസിന്റെ ബാച്ച് തുടങ്ങും. എക്സ്റ്റൻഡഡ് ആണ്, പ്രിലിംസിന്റെ എക്സ്റ്റൻഡഡ് കോഴ്സ് ആണ് മെയിൻസ് എന്ന് പറയുന്നത്. മെയിൻസിന്റെ കോഴ്സ് ഫീ പുറത്തുള്ള കുട്ടികൾക്ക് 10,000 ആണ്, ബട്ട് നിങ്ങൾക്ക് 1,000 റുപ്പീസേ ആവുന്നുള്ളൂ. ഓക്കെ, സോ ആദ്യം നിങ്ങൾ പ്രിലിംസ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 8891949239 വിളിച്ച് തിരക്കുക. ഓക്കെ, സോ നിങ്ങളുടെ കമന്റ്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റും ചെയ്യാവുന്നതാണ്, റിപ്ലൈയും കിട്ടും. താങ്ക്സ് എ ലോട്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം.